I'm Naina Narayanan and this is Sims Education Center, Malappuram. This is English Common Paper, Chapter 5, Voice of Words. Voice is an aspect of the verb. It shows whether the word denoted by the subject does something or has something done to it. There are two kinds of voice, active voice and passive voice. The verb is said to be in active voice when the subject represents the doer of the action. There are two kinds of voice, active voice and passive voice. The verb is said to be in active voice when the subject presents the doer of the action. അപ്പോൾ voice എന്ന് പറയുന്നത് വെർബിൻ്റെ ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അത് എന്താ വേർഡ് ഡിനോട്ടഡ് മീൻസ് ഇറ്റ് ഷോസ് വെദർ ദ വേർഡ് ഡിനോട്ടഡ് ബൈ ദ സബ്ജക്റ്റ് ഡസ് സംതിങ് ഓർ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത് പറയും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് വോയിസസ് ആണുള്ളത്, ആക്റ്റീവ് വോയിസും അടുത്തത് പാസീവ് വോയിസും. വെർബ് ഈസ് സെഡ് ടു ബി ഇൻ ദ ആക്റ്റീവ് വോയിസ് വെൻ ദ സബ്ജക്റ്റ് റെപ്രസെൻറ്റ്സ് ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ. വെർബ് ആക്റ്റീവ് വോയിസിലാണെന്ന് പറയണമെങ്കിൽ അവിടെ സബ്ജക്റ്റ് എന്താണ്, ആക്ഷൻ ചെയ്യുന്ന ആളെ കുറിച്ചാവും പറയുന്നത്. രാജു ate the fruit. അപ്പോൾ അത് ആക്റ്റീവ് വോയിസ് ആണ്. The verb is said to be in passive voice when the subject represents the person or thing that has something done to him or it. അപ്പോൾ എന്താ വെച്ചാൽ പാസീവിലാണെന്ന് പറയാച്ചാൽ ആ സബ്ജക്റ്റ് എന്താ ഒരു പേഴ്സണിനെയോ ഒരു തിങ്ങിനെയോ റെപ്രസെൻറ്റ് ചെയ്യാണ്, മീൻസ് അയാൾ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അവിടെ പാസീവായിട്ട്. ദ ഫ്രൂട്ട് വാസ് ഈറ്റൺ ബൈ രാജു. So the verb is said in while changing the sentence from active voice to passive voice, suitable passive verb forms must be chosen according to the tense and forms of sentences. ഇപ്പോൾ നമ്മൾ സെൻറ്റൻസിനെ ആക്റ്റീവ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള പാസീവ് വെർബ് വേണം ചൂസ് ചെയ്യാൻ, ആ ടെൻസിൻ്റെയും ആ സെൻറ്റൻസിൻ്റെയും ഫോമിനനുസരിച്ച്. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. ജെയിൻ സിങ്സ് എ സോങ്, അപ്പോൾ അതെന്താണ്, ആക്റ്റീവ് വോയിസിലാണ് വരുന്നത്. എ സോങ് is sung by ജെയിൻ, അത് പാസീവ് വോയിസിലാണ്. അപ്പോൾ ജെയിൻ സിങ്സ് എ സോങ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. എ സോങ് is sung by ജെയിൻ എന്ന് പറയുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ജെയിൻ sang a song. A song was sung by ജെയിൻ. റോസി sang songs were sung by റോസി. അപ്പോൾ മീൻസ് ആ ഒരു ടെൻസിൻ്റെയും സെൻറ്റൻസിൻ്റെ ഫോമിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ജെയിൻ is singing a song, അത് ആക്റ്റീവ് വോയിസിലാണ്. A song is being sung by ജെയിൻ, അതെന്താണ്, പാസീവ് വോയിസിലാണ്. ജെയിൻ was singing songs, അത് ആക്റ്റീവ് വോയിസിലാണ്. Songs were being sung by ജെയിൻ, അത് പാസീവ് വോയിസിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ജെയിൻ ഹാസ് സങ് എ സോങ്, അത് ആക്റ്റീവ് വോയിസാണ്. A song has been sung by ജെയിൻ എന്ന് പറയുന്നത് പാസീവ് വോയിസാണ്. ജെയിൻ ഹാഡ് സങ് എ സോങ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസാണ്. A song had been sung by ജെയിൻ എന്ന് പറയുമ്പോൾ പാസീവ് വോയിസാണ്. ഇനി മെയിൻ വെർബ് വിത്ത് ഹെൽപ്പിംഗ് വെർബ്. ജെയിൻ ഷാൾ സിങ് എ സോങ്, അത് ആക്റ്റീവ് വോയിസാണ്. എ സോങ് ഷാൾ ബി സങ് ബൈ ജെയിൻ, പാസീവ് വോയിസാണ്. ജെയിൻ ക്യാൻ സിങ് എ സോങ്, ആക്റ്റീവ് വോയിസാണ്. എ സോങ് ക്യാൻ ബി സങ് ബൈ ജെയിൻ, അതും പാസീവ് വോയിസാണ്. ഇനി ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ബ്രിങ് മീ എ കപ്പ് ഓഫ് ടീ, അത് ആക്റ്റീവ് വോയിസ് ആണ്. ലെറ്റ് എ കപ്പ് ഓഫ് ടീ ബി ബ്രോട്ട് ടു മീ, പാസീവ് വോയിസ്. ടേക്ക് ദിസ് ഓർഡർ, ആക്റ്റീവ് വോയിസ്. ലെറ്റ് ദിസ് ഓർഡർ ബി ടേക്കൺ, പാസീവ് വോയിസ്. ഇനി ചാപ്റ്റർ 6 ആണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. വെൻ ടു പേഴ്സൺസ് സ്പീക്ക് ടു ഈച്ച് അതർ, ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ ദ ഡയറക്റ്റ് സ്പീച്ച്. When their speech is conveyed to a third person, it is said to be in the indirect speech or reported speech. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സ്പീച്ച് പറയുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് സ്പീച്ചും മറ്റൊന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചും. രണ്ട് പേഴ്സൺസ് പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് സ്പീച്ചും. ഒരു സ്പീച്ച് മീൻസ് ഒരാൾ പറഞ്ഞ കാര്യം മൂന്നാമതൊരാൾ പറയുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചാണ്. Direct speech is always in quotations, but the quotation marks are removed in the indirect speech after some grammatical changes have been made. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ എപ്പോഴും കൊട്ടേഷൻസും ഉണ്ടാവും, കൊട്ടേഷൻ മാർക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഗ്രാമറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഈ കൊട്ടേഷൻ മാർക്സ് ഒക്കെ ഇല്ലാതെയാവും. ജോൺ സെഡ് ഐ എം ഗോയിങ് ടു ദ കോളേജ്, ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. ഐ എം ഗോയിങ് ടു ദ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ജോൺ ടോൾഡ് സലീം, അപ്പോൾ ഇത് തേർഡ് പേഴ്സൺ ആയി. ജോൺ ടോൾഡ് സലീം ദാറ്റ് ഹി വാസ് ഗോയിങ് ടു കോളേജ്, അപ്പോൾ അതെന്താണ്, ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. റൂൾസ് ഫോർ മേക്കിംഗ് ദ ചേഞ്ച്. The verb inside the quotations will have to be changed in accordance with the verb in the reporting speech. The verb in the reporting speech is called
the reporting verb, and if the reporting verb is in the present tense or future tense, the verbs in the quotations need not be changed. അപ്പോൾ ഒരു കൊട്ടേഷനിൽ ഉള്ളിലുള്ള വെർബാണെങ്കിൽ അതിനെ നമുക്ക് വെർബിന് ചേഞ്ച് ചെയ്യണം, അതിൻ്റെ മീൻസ് ആ ഒരു വെർബിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ടിംഗ് സ്പീച്ചിലെ വെർബിനെ റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് പറയുക. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൊട്ടേഷൻസിന് മാറ്റങ്ങളൊന്നും വേണ്ട. ജോൺ സേസ് ദ കാർ ഇസ് ഗോയിങ് മീൻസ് കൊട്ടേഷൻസ് ഒഴിവാക്കിയാൽ മതി, പക്ഷേ ആ ഒരു സെൻറ്റൻസിന് മാറ്റമൊന്നുമില്ല. ജോൺ സേസ് ദ കാർ ഇസ് ഗോയിങ്. But if the reporting verb is in past tense, the verb in the quotations will be changed as follows. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അതിൽ ഈ കൊട്ടേഷൻസിലുള്ള വെർബ് ചേഞ്ച് ആവും. പ്രസൻറ്റ് ടെൻസ് ബിക്കം പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആവും. അപ്പോൾ ഗോ എന്നുള്ളത് വെൻ്റ് ആവും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ബിക്കംസ് പാസ്റ്റ് കണ്ടിന്യൂസ്, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. ആം ഗോയിങ് ഈസ് ഗോയിങ് എന്നുള്ളത് വാസ് ഗോയിങ് ആവും. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ബിക്കം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാവും. ഹാസ് ഗോൺ ഹാവ് ഗോൺ എന്നുള്ളത് ഹാഡ് ഗോൺ ആയി മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ബിക്കംസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഹാസ് ബീൻ ഗോയിങ് ഹാവ് ബീൻ ഗോയിങ്, അപ്പോൾ അതെന്താവും ഹാഡ് ബീൻ ഗോൺ ആവും. സംടൈംസ് ദ പാസ്റ്റ് ടെൻസ് ബിക്കം past perfect tense when had gone എന്ന് വരും. റിപ്പോർട്ടിംഗ് വെർബ് സെറ്റ് ടു ഇസ് ജനറലി ചേഞ്ച്ഡ് ഇൻ ടു ടോൾഡ്. ഇപ്പോൾ റിപ്പോർട്ടിംഗ് വെർബായിട്ടുള്ള സെറ്റ് ടു എന്നുള്ളത് ടോൾഡായി മാറും. റിമെമ്പർ ദ വെർബ് ടോൾഡ് വിൽ നോട്ട് ബി ഫോളോഡ് ബൈ ടു. അപ്പോൾ ഈ ടോൾഡ് എന്നുള്ളത് ടു അത് ടു വരില്ല അതിൻ്റെ കൂടെ. If the word said is followed by a question or command or request, according to the context, a reporting verb will be asked, enquired, ordered, commanded, advised, requested, suggested, etc. അപ്പോൾ ഈ വേർഡ് സെഡ് എന്നുള്ളതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കമാൻഡോ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒക്കെ വരികയാണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ച് റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ്, എൻക്വയർഡ്, ഓർഡേർഡ്, കമാൻഡഡ്, അഡ്വൈസ്ഡ്, റിക്വസ്റ്റഡ്, സജസ്റ്റഡ് ഇങ്ങനെ മാറും. The sentence inside the quotation are of 4 types. ഈ കൊട്ടേഷനിലുള്ള സെൻറ്റൻസ് 4 ടൈപ്സ് ആണുള്ളത്. അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ കമാൻഡോ ക്വസ്റ്റ്യൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, വണ്ടർ സെൻറ്റൻസസ്. ഈച്ച് ഹാസ് എ ഡിഫറെൻറ്റ് ഫോം ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതിന് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വേറൊരു ഫോമാണ് വരുന്നത്. If an assertive sentence or a statement, അപ്പോൾ if it is an assertive sentence or a statement, the connective that has to be used. അസർട്ടീവ് സെൻറ്റൻസോ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അവിടെ കണക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത് ദാറ്റ് ആണ്. ജോൺ സെഡ് ടു രവി ഐ എം ഗോയിങ് ടു ദ കോളേജ്, അത് ഡയറക്റ്റ്. ജോൺ ടോൾഡ് രവി ദാറ്റ് ഹി വാസ് ഗോയിങ് ടു കോളേജ്, അത് ഇൻഡയറക്റ്റ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് കമാൻഡ് ഓർ റിക്വസ്റ്റ് ഹാസ് ടു ബി കണക്റ്റഡ് ബൈ ടു, അത് ടു വെച്ചിട്ട് കണക്ട് ചെയ്യണം. ജോൺ സെഡ് ടു ഹരി bring me a cup of tea, അത് ഡയറക്റ്റ് ആണ്. ജോൺ ആസ്ക്ഡ് ഹാരി ടു bring him a cup of tea, അപ്പോൾ അവിടെ ടു ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിൻ്റെ കേസിലാണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് വി ഹാവ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഇൻറ്ററോഗേറ്റീവ് വേർഡ്സ് ലൈക്ക് who, what, where, when, why, how, etc. or sentences beginning with auxiliary verbs like is, was, are, were, do, may, have, etc. If it is a sentence beginning with a WH word, we have to connect it with the same word as follows. John said to Harry, how old are you? Direct. John asked Harry how old he was, അത് ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ഇൻട്രോഗേറ്റീവിൻ്റെ സെൻറ്റൻസിലാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് മീൻസ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് വരും. ഒന്ന് സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഇൻട്രോഗേറ്റീവ് വേർഡ്സ്, അത് ഹൂ, വാട്ട്, വേർ, വെൻ, വൈ, ഹൗ അങ്ങനെയുള്ളത്. പിന്നെ സെൻറ്റൻസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി വെർബ്സ് ഈസ്, വാസ്, ആർ, വേർ, ഡു, മേ, ഹാവ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ സെൻറ്റൻസ് WH വേർഡിലാണ് വരുന്നത് വെച്ചാൽ നമുക്ക് അതിനെ സെയിം വേർഡായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ജോൺ സെഡ് ഹരി ഹൗ ഓൾഡ് ആർ യു, അത് ഡയറക്റ്റാണ്. അപ്പോൾ ജോൺ ആസ്ക്ഡ് ഹരി ഹൗ ഓൾഡ് ഹി വാസ്. If it begins with an auxiliary verb, we have to use if or whether. അത് auxiliary verbിലാണ് വരുന്നത് വെച്ചാൽ അല്ലെങ്കിൽ if അല്ലെങ്കിൽ whether യൂസ് ചെയ്യണം. John said to Harry, are you going to college? അത് ഡയറക്റ്റാണ്. John asked Harry if he was going to college, അത് ഇൻഡയറക്റ്റാണ്. ഇനി അടുത്ത ടൈപ്പാണ് if it is an exclamatory sentence, we have to connect it with the same word or convert into an assertive sentence and connect it by that. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലാണെങ്കിൽ നമ്മൾ ആ സെയിം വേർഡായിട്ട് കണക്ട് ചെയ്യണം, അതിനെ അസർട്ടീവ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക.
എന്നിട്ട് ദാറ്റ് കണക്ട് ചെയ്യാം. ജോൺ സെഡ് ടു ഹരി ഹൗ ബ്യൂട്ടിഫുൾ ദ സീൻ ഇസ്. അത് ഡയറക്റ്റാണ്. ജോൺ എക്സ്ക്ലെയിം ടു ഹരി ഹൗ ബ്യൂട്ടിഫുൾ ദ സീൻ വാസ്. അത് ഇൻഡയറക്റ്റാണ്. ജോൺ എക്സ്ക്ലെയിം ടു ഹരി ദാറ്റ് ദ സീൻ വാസ് വെരി ബ്യൂട്ടിഫുൾ. അത് ഇൻഡയറക്റ്റാണ്. വേർഡ്സ് എക്സ്പ്രസിങ് നിയർനെസ് ഓർ ജനറലി ചേഞ്ച്ഡ് ഇൻ ടു വേർഡ്സ് എക്സ്പ്രസിങ് ഡിസ്റ്റൻസ്. എക്സാമ്പിൾസ് ആർ ഗിവൻ ബിലോ. അപ്പോൾ അടുത്തുള്ളതിനെ കാണിക്കാനോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ കാണിക്കാനോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് എക്സാമ്പിൾ. അപ്പോൾ ഡയറക്റ്റ് ആണെങ്കിൽ ദിസ്, നൗ, ദീസ്, ഹിയർ, ഹിയർ ബൈ, ടുഡേ, ടുമാറോ, യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ടു നൈറ്റ്, ഹെൻസ്. ഇൻഡയറക്റ്റ് ആണെങ്കിൽ ദാറ്റ്, ദെൻ, ദോസ്, ദെയർ, ദെയർ ബൈ, ദാറ്റ് ഡേ, ദ നെക്സ്റ്റ് ഡേ, ദ ഡേ ബിഫോർ, ദ പ്രീവിയസ് ഡേ, ദ നൈറ്റ് ബിഫോർ, ദാറ്റ് നൈറ്റ്, ദെൻസ്, എക്സെട്ര. ലെറ്റ് ഇൻ ദ ഡയറക്റ്റ് സ്പീച്ച് is changed into should in the indirect speech. Let, direct speech le let, indirect speech le should out. John said let us do it. Direct. John said that they should do it. That indirect. Yes should be changed into replied in the positive voice. Similarly no should be changed into replied in the negative. Yes എന്ന് പറയുന്നത് replied in the positive voice ആവും. No പറയുകയാണെങ്കിൽ replied in the negative voice ആവും. While connecting one sentence in the indirect speech with another sentence, the connectives like added or again or also may be used. ഇപ്പോൾ ഒരു സെൻറ്റൻസിനെ മറ്റൊരു ഇതായിട്ട് കണക്ട് ചെയ്യണം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്ന് വെച്ചാൽ അവിടെ യൂസ് ചെയ്യേണ്ട കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആഡഡ്, എഗെയിൻ, ഓൾസോ, മേ, അതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ചാപ്റ്റർ 7 കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് ഓർ കോമൺ എറേഴ്സ്. English is not our mother tongue. Therefore, it is quite natural that we commit several errors in using the language. If we follow certain rules, we can avoid many errors. Several rules and examples are discussed in this chapter. A close understanding and careful examination of these examples will help us in rectifying the common errors we normally commit. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളെ മദർ ടങ് അല്ല. അപ്പം നമുക്ക് ഇങ്ങനെ മിസ്റ്റേക്സ് ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ചില റൂൾസൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഇല്ലാതാക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള കുറേ റൂൾസും എക്സാമ്പിൾസും ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോസ് അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ചൊരു വളരെ നല്ലൊരു നന്നായിട്ട് മനസ്സിലാക്കുകയും നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ എക്സാമ്പിൾസിൻ്റെ ഹെൽപ്പോടെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാവുന്ന സമയത്ത് ഉണ്ടാകുന്ന കോമൺ എറേഴ്സിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതിലെ റൂൾസാണ്. First one, while asking a question, the verb should be used first and the subject next. While giving answers, subject should be come with first and verb should come next. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവിടെ ആദ്യം വെർബാണ് വരേണ്ടത്, പിന്നെയാണ് സബ്ജക്റ്റ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആൻസർ കൊടുക്കുകയാണെങ്കിൽ അവിടെ സബ്ജക്റ്റ് ആദ്യം വരണം, വെർബ് രണ്ടാമതായിട്ട് വരണം. വാട്ട് ആർ യു സേയിങ്, അത് തെറ്റാണ്. വാട്ട് യു ആർ സേയിങ് എന്നുള്ളത് തെറ്റാണ്. വാട്ട് ആർ യു സേയിങ് എന്നുള്ളതാണ് ശരി. വാട്ട് ഹി ഹാസ് ഗോൺ ടു ചെന്നൈ, വൈ ഹി ഹാസ് ഗോൺ ടു ചെന്നൈ, വൈ ഹാസ് ഹി ഗോൺ ടു ചെന്നൈ, അതാണ് കറക്റ്റ്. വി ഷുഡ് യൂസ് പാസ്റ്റ് ടെൻസ് ഓൺലി വെൻ വി റെഫർ ടു ആൻ ആക്ഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഏർലിയർ. നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് അത് നേരത്തെ നടന്നു കഴിഞ്ഞതാണെങ്കിൽ മാത്രമാണ്. ഐ ഹാവ് സീൻ ദ ഫിലിം യെസ്റ്റർഡേ, റോങ്. ഐ സോ ദ ഫിലിം യെസ്റ്റർഡേ, അതാണ് റൈറ്റ്. ഷീ ഹാസ് പാസ്ഡ് ദ എക്സാമിനേഷൻ 2 years ago. She passed the examination 2 years ago. അങ്ങനെയാണ് വരിക. We should use perfect continuous tense when we refer to an action that began some time back and is being continued at present. നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ആക്ഷൻ അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഐ ആം വർക്കിംഗ് ഹിയർ ഫോർ ലാസ്റ്റ് 5 days, റോങ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ലാസ്റ്റ് 5 years ആണ്. 5 years, അതാണ് കറക്റ്റ്. When we refer to two past actions, the earlier action should be in past perfect tense and the later action should be in the past tense. അപ്പോൾ നമ്മൾ 2 പാസ്റ്റ് ആക്ഷൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും പിന്നത്തെ ആക്ഷൻ എന്താണ് പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. When he reached the station, the train left, wrong. When he reached the station, the train had left, അതാണ് കറക്റ്റ്. In the case of conditional clauses referring to future, subordinate clause should be in present tense and the main clause can be in future. അപ്പോൾ കണ്ടീഷണൽ ക്ലോസസിൻ്റെ സിറ്റുവേഷനിലാണ് ആ ഫ്യൂച്ചറിനെയാണ് റെഫർ ചെയ്യണമെന്ന് വെച്ചാൽ സബോർഡിനേറ്റ് ക്ലോസ് പ്രസൻറ്റ് ടെൻസിലായിരിക്കണം, മെയിൻ ക്ലോസ് ഫ്യൂച്ചർ ടെൻസിലായിരിക്കണം. ഇഫ് യു വിൽ സ്റ്റഡി ഹാർഡ് യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ പാസ് ദ എക്സാം, അതാണ് കറക്റ്റ്.
Simple present tense should be used when we refer to habitual action. Simple present tense use ചെയ്യുന്നത് നമ്മൾ habitual actions പറയുമ്പോഴാണ്. He is beating his wife regularly. Wrong. He beats his wife regularly. അതാണ് correct. The phrase no sooner is always followed by than, but the words hardly and scarcely are followed by when. No sooner എന്നുള്ളതിനെ ഫോളോ ചെയ്യുന്നത് than ആണ്. അതുപോലെ വേർഡ്സ് ആയിട്ടുള്ള ഹാർഡ്ലിയും സ്കേഴ്സ്ലിയും യൂസ് ചെയ്യുമ്പോൾ when ആണ് വരിക. No sooner did the office ring the bell when the boys left the class. No sooner did office ring the bell than the boys left the class. അതാണ് കറക്റ്റ്. Hardly did the train reach the station than my sister came to receive me. അത് തെറ്റാണ്. Hardly did the train reach the station when my sister came to receive me. In a question tag, we should use the proper verb form and pronoun in accordance with the subject. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ പ്രോപ്പർ വെർബ് ഫോം യൂസ് ചെയ്യണം. പ്രനൗൺ ആ സബ്ജക്റ്റിനനുസരിച്ചും വേണം. ജോൺ ഗോസ് ടു മുംബൈ, isn't it? അത് തെറ്റാണ്. ജോൺ ഗോസ് ടു മുംബൈ. doesn't he? You are joking, isn't it? തെറ്റാണ്. You are joking, aren't you? Certain words ending in or like junior, senior, superior, inferior, prior, etc. will be followed by but not than. ഇപ്പോൾ ചില വാക്കുകളായിട്ട് ലൈക്ക്, ജൂനിയർ, സീനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രയർ ഒക്കെ ഫോളോ ചെയ്യുന്നത് എന്താണ്? ടു ആണ് യൂസ് ചെയ്യുക, ദാൻ അല്ല. രാജ ഈസ് സുപ്പീരിയർ ദാൻ റഹീം. അത് തെറ്റാണ്. രാജ ഈസ് സുപ്പീരിയർ ടു റഹീം. മൈ ബ്രദർ ഇസ് ജൂനിയർ ദാൻ than me by 6 years. My brother is junior to me by 6 years. അതാണ് കറക്റ്റ്. Why should not begin a sentence with due to? However, we can begin a sentence with owing to. If we want to use due to, it should be preceded by proper be from the form of the verb. ഇപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് ബിഗിൻ ചെയ്യുമ്പോൾ ഡ്യൂ ടു യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷേ നമ്മൾക്ക് ഓവിങ് ടു യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്യൂ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ബി ഫോം അവിടെ യൂസ് ചെയ്യണം. ഡ്യൂ ടു ഹിസ് കെയർലെസ്നെസ് ഹി ഫെൽ ഡൗൺ. റോങ്. ഇറ്റ് വാസ് ഡ്യൂ ടു ഹിസ് കെയർലെസ്നെസ് ഹി ഫെൽ ഡൗൺ. ഗോയിങ് ടു ഹിസ് കെയർലെസ്നെസ് ഹി ഫെൽ ഡൗൺ. അതും കറക്റ്റാണ്. ദ വേർഡ് ഡിസ്കസ് ഷുഡ് നോട്ട് ബി ഫോളോഡ് ബൈ അബൌട്ട്. അപ്പം ഡിസ്കസ് എന്നുള്ള വേർഡ് അബൌട്ട് വെച്ചിട്ട് ഫോളോ ചെയ്യാൻ പാടില്ല. സ്റ്റുഡൻസ് ഡിസ്കസ്ഡ് അബൌട്ട് ദ സബ്ജക്റ്റ്, അങ്ങനെ വരില്ല. സ്റ്റുഡൻസ് ഡിസ്കസ്ഡ് ദ സബ്ജക്റ്റ്. ദ വേർബ് സഫർ ഷുഡ് ബി ഫോളോഡ് ഫ്രം followed by from but not with. He is suffering with fever. അത് തെറ്റാണ്. He is suffering from fever. Certain words like make, let, help, etc. should be followed by a plain infinitive and not to infinitive. അപ്പോൾ ചില വേർഡ്സ് ആയിട്ടുള്ള മേക്ക്, ലെറ്റ്, ഹെൽപ്പൊക്കെ എന്താണ്? പ്ലെയിൻ ഇൻഫിനിറ്റീവ് ആണ്, അല്ലാതെ ടു ഇൻഫിനിറ്റീവ് അല്ല. His jokes made me laugh. Wrong. His jokes made me laugh. Right. When two or more singular subjects in the same person are connected by or, nor, neither, nor, either, or, etc., the verb should be in the singular number only. അപ്പം രണ്ടോ അതിൽ കൂടുതലോ സിംഗുലർ സബ്ജക്റ്റ് ഒരു സെയിം പേഴ്സണെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വരേണ്ടത് ഓറ്, നോറ്, നൈദർ, നോറ്, ഐദർ, ഓറ് ഒക്കെയാണ്. അവിടെ സിംഗുലർ നമ്പറിലായിരിക്കും അത് വരിക. നൈദർ മാല നോർ ഹർ ഫ്രണ്ട് വേർ ടു ബി ഫൗണ്ട് ഇൻ ക്യാമ്പസ്. അത് തെറ്റാണ്. നൈദർ മാല നോർ ഹർ ഫ്രണ്ട് വാസ് ടു ബി ഫൗണ്ട്. But if two subjects are in different persons, the verb should be adjusted according to the nearest subject. He or I are mistaken. അത് തെറ്റാണ്. He or I am mistaken. അതാണ് കറക്റ്റ്. When we refer to destination, we should use for but not to. നമ്മൾ ഡെസ്റ്റിനേഷൻ പറയുകയാണെങ്കിൽ അവിടെ for ആ യൂസ് ചെയ്യേണ്ടത്, അല്ലാണ്ട് to അല്ല. He is leaving to Delhi. തെറ്റാണ്. He leaving for Delhi. He is leaving for Delhi. The words consider and call should be followed as കൺസിഡറും കോളും ഒക്കെ എങ്ങനെ ഫോളോ ചെയ്യേണ്ടത് വെച്ചാൽ ആസിൻ്റെ കൂടെയാണ് ആസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ചിൽഡ്രൻ കാൾ നെഹ്റു ആസ് ചാച്ച. തെറ്റാണ്. ചിൽഡ്രൻ കാൾ നെഹ്റു ചാച്ച. ഷുഡ് നോട്ട് ബി ഫോളോഡ് ബൈ ആസ് ആണ്. ഹി കൺസിഡർഡ് ഹിം ആസ് എ ഫൂൾ. അത് തെറ്റാണ്. ഷീ കൺസിഡർഡ് ഹിം എ ഫൂൾ. Certain words like news, business, paper, work,
soap. Advice should not be preceded by a plan and should not be used in plural number. The following examples which show that. ഇപ്പോൾ ചില വാക്കുകളിൽ ന്യൂസ്, ബിസിനസ്, പേപ്പർ, വർക്ക്, സോപ്പ്, അഡ്വൈസ് അതൊക്കെ എന്താണ് പ്രിസീഡഡ് ബൈ എ പ്ലാൻ ആണ്. അപ്പം എന്താണ് അത് പ്ലൂറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അതൊക്കെ അതിന് പറയുന്ന എക്സാമ്പിളാണ്. ദിസ് ഈസ് എ ഗുഡ് ന്യൂസ്, തെറ്റാണ്. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. ഐ വാണ്ട് എ സോപ്പ് പ്ലീസ്. ഐ വാണ്ട് സോപ്പ് പ്ലീസ്. ഐ വാണ്ട് എ കേക്ക് ഓഫ് സോപ്പ്, അത് ശരിയാണ്. ഹീ ഗേവ് മീ വാല്യുബിൾ അഡ്വൈസ് ഇസ് റോങ്. ഹീ ഗേവ് മീ വാല്യുബിൾ അഡ്വൈസ്, അതാണ് കറക്റ്റ്. വി ഷുഡ് അവോയ്ഡ് the use of plurals such as sceneries, the poors, information, stationaries, etc. അപ്പോൾ നമ്മൾ പ്ലൂറൽസ് ആയിട്ടുള്ള സീനറീസ്, പോവേഴ്സ്, ഇൻഫോർമൽസ്, സ്റ്റേഷനറീസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഹി ഗേവ് മീ സെവറൽ ഇൻഫർമേഷൻസ് റോങ്. ഹി ഗേവ് മീ സെവറൽ പീസ് ഓഫ് ഇൻഫർമേഷൻ, അതാണ് കറക്റ്റ്. ദ വേർഡ്സ് ദോ, ആൾദോ, ഈവൻ ദോ ഷുഡ് നോട്ട് ബി ഫോളോഡ് ബൈ യെറ്റ് ഓർ ബട്ട്. ഇപ്പോൾ വേർഡ്സ് ആയിട്ടുള്ള ദോ, ആൾദോ, ഈവൻ ദോ ഇതൊക്കെ എന്താണ് യെറ്റോ അല്ലെങ്കിൽ ബട്ടോ ഫോളോ ചെയ്യാൻ പാടില്ല. അത് ഒരുമിച്ച് പോകാൻ പറ്റാത്ത വാക്കുകളാണ്. ദോ ഹി വർക്ക്ഡ് ഹാർഡ് ബട്ട് ഹി കുഡ് നോട്ട് ഏൺ മച്ച്, അത് തെറ്റാണ്. ദോ ഹി വർക്ക്ഡ് ഹാർഡ് ഹി കുഡ് നോട്ട് ഏൺ മച്ച്. The words can and able mean the same and they cannot go together. ക്യാനും ഏബിളും ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. അപ്പോൾ അത് ഒരുമിച്ച് പോകാൻ പാടില്ല. He cannot be able to lift this trunk. He cannot lift this trunk എന്ന് പറഞ്ഞാൽ മതി. He will not be able to lift this trunk, അതും ശരിയാണ്. The word one should be followed by once but not his or her. one എന്നുള്ളത് once ആയിട്ട് പറയാം, പക്ഷേ his അല്ലെങ്കിൽ her ആയിട്ട് പറയാം. One should keep his word. One should keep one's word. Students, അപ്പം എന്താ, thank you.